നോക്കി കരയാൻ. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനം. ജീവിതത്തിൽ ക്ഷമിക്കാൻ പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടോ? പലരോടും ശത്രുതയുള്ള, ഒരിക്കൽ പോലും ഇനി ആ വ്യക്തിയോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ഉള്ളിൽ വിചാരിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലൊന്ന് കമന്റ് ചെയ്തേക്കണേ. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇതുവരെ വർഷങ്ങളായിട്ടും ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റാഞ്ഞ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്ന വിധത്തിൽ ദൈവം ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോവുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവർ ആമേൻ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പരിചയമുള്ള എല്ലാവരിലേക്കും ഈ ശുശ്രൂഷ ഷെയർ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? എന്ത് ചെയ്തിട്ടാണ് അവർ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളല്ലോ, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചതല്ല എൻ്റെ ജീവിതം ഇങ്ങനെ തകർക്കുമെന്ന്. ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. കാരണം ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല, എനിക്കെതിരെയാണ് ചെയ്തത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേരെന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഹൃദയത്തിൽ അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, എൻ്റെ ആ ശത്രുവിൻ്റെ പേര് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. കർത്താവെ, ആ വ്യക്തിയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ പറയുമ്പോൾ തന്നെ, നമ്മൾ പ്രൊക്ലെയിം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മേലുള്ള തടസ്സങ്ങൾ, പിശാച് വെച്ചിരിക്കുന്ന ബ്ലോക്കുകൾ മാറ്റപ്പെടുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഇത്രയും മാത്രം വേദനിച്ചെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ കർത്താവ് എത്രമാത്രം വേദനിച്ചു, എത്രമാത്രം സഹിച്ചു, എത്രമാത്രം നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. എന്നിട്ടും കർത്താവ് തളർന്നോ? കർത്താവ് എന്തെങ്കിലും ചെയ്തിട്ടാണോ അവര് കർത്താവിനെ ഈ വിധത്തിൽ ക്രൂശിലേറ്റിയത്? അല്ലേ? കർത്താവ് ഒന്നും ചെയ്തില്ല. എന്നിട്ട് കർത്താവ് എന്താ പറഞ്ഞേ? അവരോട് ക്ഷമിച്ചു. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കർത്താവ് എന്ത് നമുക്ക് കാണിച്ചു തന്നാൽ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ പറ്റും, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.